നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മളോട് ഈ ദൃശ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. ആശുപത്രിയിലെ 14-ാം വാർഡാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പൊളിഞ്ഞു വീണത്. 14-ാം വാർഡിന്റെ അടച്ചിട്ട ശുചിമുറിയൊക്കെ പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഉപയോഗിക്കാതിരിക്കുന്ന ഭാഗമാണ് ഇത്. 2 പേർക്ക് പരിക്കുണ്ട്. ആ സമയത്ത് ഒരു കുട്ടിയും 2 മുതിർന്നവരും ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അപകട സമയത്ത് കെട്ടിടത്തോട് ചേർന്ന് നിന്നവർക്കാണ് പരിക്ക് പറ്റിയത്. മന്ത്രിമാരായ വീണ ജോർജും അതോടൊപ്പം തന്നെ മന്ത്രി വി എൻ വാസവനൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു ശബ്ദം കേട്ടു. ഒരു കുട്ടിയെ സാഹസികമായി രക്ഷിച്ചു എന്നാണ് നമ്മളോട് ദൃക്സാക്ഷികളൊക്കെ പറയുന്ന കാര്യം. ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. നിലവിൽ ഉപയോഗത്തിലില്ല എന്നുള്ളതാണ് മന്ത്രിമാർ അടക്കം നൽകുന്ന വിവരം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ 3 നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട്. ഓർത്തോപീഡിക്സ് സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 3 പേരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് വിവരം. പ്രതികരണങ്ങളിലേക്ക്. ബാത്റൂം അങ്ങടെ ആ സൈഡ് മൊത്തമായിട്ട് വീണു. ആ ബാത്റൂമിന്റെ സൈഡ് ഒരു ചേച്ചി കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു മോളുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ഒന്നും അറിയില്ല. പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റണ്ട. ബഹളമൊക്കെയാ താഴോട്ട് വരുന്നതായിട്ടാ കാണുന്നത്. ബാത്റൂമിനകത്ത് 2 പേരുണ്ടായിരുന്നു. കുളിക്കുമായിരുന്നു. അന്നേരം വീഴുന്നിട്ട് സൗണ്ട് കേട്ടോണ്ടേ അങ്ങോട്ട് രക്ഷപ്പെടാൻ എങ്ങോട്ട് പോകാൻ അതുങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ടൊരു ഒച്ച കേട്ടെ. അതന്നേരം നോക്കിയപ്പോൾ മൊത്തത്തോടെ ഇങ്ങനെ ഒടിഞ്ഞു വരുക. ഞാൻ അന്നേരം പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കാറി. ഒത്തിരി പേരവിടെ കരച്ചിലുകാരായിരുന്നു. പിന്നെ നമ്മളെന്നാ ചെയ്യാൻ പറ്റും? അങ്ങനെ കൊച്ചിനെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമാണ്. അതിനകത്ത് 2 പേരുണ്ടായിരുന്നു.